ശരി, കാക്കിക്ക് നിയമം വേറെയൊന്ന് ചോദിക്കുമ്പോൾ കാക്കി ഇവിടെ ഒരു അധോലോകമായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവുകളാണ് നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ പി വി അൻവർ ആദ്യം പുറത്തുവിട്ട ശബ്ദരേഖയിൽ SP സുജിത് ദാസ് എങ്ങനെയാണ് ഒരു MLA കെഞ്ചുന്നത്, ഒരു പരാതി പിൻവലിക്കാൻ എങ്ങനെയാണ് കെഞ്ചുന്നത് എന്നുള്ളത് കേരളം കേട്ടതാണ്. അപ്പോൾ അതേ ഉദ്യോഗസ്ഥനെതിരെയാണ് ഇപ്പോൾ ബലാത്സംഗ ആരോപണം ഉയരുന്നത്. ഒരു സ്ത്രീ ഇങ്ങനെ കുറേ നേരമെടുത്ത് ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. വെളിപ്പെടുത്തൽ എന്ന് വാക്ക് പറയുമ്പോൾ അത് സത്യമാകണം. സത്യമാണോ എന്ന് നമുക്കറിയില്ല. അത് പരിശോധിക്കണമല്ലോ. ആര് പരിശോധിക്കും, എങ്ങനെ പരിശോധിക്കുമെന്നുള്ള കാര്യമുണ്ട്. അവർ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ആ വാർത്ത അന്ന് രാവിലെ മുതൽ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ വാർത്തയിൽ തന്നെയാണല്ലോ നിൽക്കുന്നത്. ആ ഘട്ടത്തിൽ ഈ യൂട്യൂബിലൊക്കെ വരുന്ന പ്രതികരണങ്ങൾ, പലപ്പോഴും അതിലെ പ്രതികരണങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ സ്ത്രീയുടെ പ്രതികരണത്തിൽ അവർ പറയുന്നുണ്ട് ഞാൻ വഴങ്ങി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇംഗിതത്തിന് വഴങ്ങി കൊടുക്കുന്നവർ എങ്ങനെയാണ് ബലാത്സംഗം എന്ന് പറയുക എന്നുള്ളതാണ്. എങ്ങനെയാണത് ആ ഇംഗിതത്തിന് വഴങ്ങി കൊടുക്കുന്നത് എന്നുള്ളത് അവർ പറയുന്നുണ്ടല്ലോ. അവരൊരു ആവശ്യമായി അങ്ങോട്ട് പോകുന്നു, ആ ആവശ്യം നടപ്പാകുന്നില്ല. ഇങ്ങനെ ചെയ്താലേ നിങ്ങളുടെ ആവശ്യം നടക്കൂ എന്ന് പറയുന്നു. അവരുടെ വീടുമായി ബന്ധപ്പെട്ട പരാതിയാണെന്ന് പറയുന്നു. അപ്പോൾ അത് റേപ്പിൻ്റെ പരിധിയിൽ വരും. ഒരു പരാതിയുമായി പോകുന്ന ഒരു സ്ത്രീക്ക് ഇതാണ് അനുഭവം. പോലീസ് സ്റ്റേഷനിൽ ഒരു CAയിൽ നിന്ന് SHOയിൽ നിന്ന് ആ അനുഭവം ഉണ്ടാകുമ്പോൾ അതിനെ മേലുദ്യോഗസ്ഥനോട് പരാതിയായി പറയാൻ പോകുമ്പോൾ അവിടെ നിന്നും അതേ അനുഭവം, അതിൻ്റെ മേലുദ്യോഗസ്ഥനോട് പറയാൻ പോകുമ്പോൾ അവിടെ നിന്നും അതേ അനുഭവം എന്നവർ പറയുമ്പോൾ അത് പരിഗണിക്കേണ്ടതല്ലേ, അത് പരിശോധിക്കേണ്ടതല്ലേ, അത് അടിയന്തരമായി പരിശോധിക്കേണ്ടതല്ലേ? ഈ തരത്തിലൊരു പോലീസ് സംവിധാനം മലപ്പുറത്ത് പ്രവർത്തിക്കും. നമ്മൾ താനൂർ കസ്റ്റഡി കൊലയുമായി ബന്ധപ്പെട്ട് കുറേ വിവരങ്ങൾ കേട്ടതാണ്. ഇപ്പോൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇന്നിപ്പോൾ അൻവർ പറയുന്ന ബാസിലിൻ്റെ കഥ, എങ്ങനെയാണ് ഒരു കഥ രൂപപ്പെടുത്തുന്നത്, എങ്ങനെയാണ് ഒരു കൊലപാതക കേസിലേക്ക് പരാതി പറയുന്നവരെ തന്നെ പ്രതികളാക്കി മാറ്റുന്നത് എന്നുള്ളതൊക്കെ നമ്മുടെ മുന്നിലൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ എന്തും സംഭവിക്കുന്ന ഒരു രൂപത്തിലേക്ക് പോലീസ്, ഏത് രൂപത്തിലും പ്രവർത്തിക്കുന്ന രൂപത്തിലേക്ക് പോലീസ് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനുശേഷം നോക്കൂ, ഈ ആരോപണ വിധേയനായ CA വന്ന് മാധ്യമങ്ങളെ കാണുകയാണ്. യൂണിഫോം ഇട്ടുകൊണ്ട് പോലീസുകാരൻ അങ്ങനെ മാധ്യമങ്ങളെ കാണാൻ പറ്റുമോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. അതിന് മുൻകൂർ അനുമതിയൊക്കെ വാങ്ങേണ്ടത്. അങ്ങനെ ഒരു അനുമതി വാങ്ങിയിട്ടാണോ അദ്ദേഹം പ്രതികരിച്ചത്? വളരെ വിശദമായി തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് പ്രതികരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇങ്ങനെ ഞാൻ ആ വീട്ടിലേക്ക് പോയി എന്ന ഒരു പരാതി വന്നപ്പോൾ ഇത് അന്വേഷിച്ച DYSP ബെന്നി എന്നോട് ചോദിച്ചു, നിങ്ങൾ അവിടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പോയിട്ടില്ല, ഞാൻ അങ്ങനെ പോയിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ DYSP ബെന്നിയെ കുറിച്ച് പ്രകീർത്തിച്ച് പറയുന്നു, ഇൻറ്റഗ്രിറ്റിയുള്ള ഉന്നത ഉദ്യോഗസ്ഥനാണെന്ന് പറയുന്നു. അതിനുശേഷം മുഴുവൻ ഡീറ്റെയിൽസും കോൾ ഡീറ്റെയിൽസ് എടുക്കുന്നു. എന്നിട്ട് ആ സ്ത്രീ ഒരിക്കൽ പോലും വിളിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞു എന്നാണ് ഇപ്പോൾ CA പറയുന്നത്. എങ്ങനെയാണ് തെളിയുന്നത്? FIR ഇട്ടിട്ടുണ്ടോ? അപ്പോൾ പോലീസുമായി ബന്ധപ്പെട്ട് വരുന്ന പരാതികൾ നേരിട്ട് ചോദിച്ച് ഉന്നത ഉദ്യോഗസ്ഥൻ അങ്ങോട്ട് പറഞ്ഞ് ബോധ്യപ്പെട്ട് അങ്ങനെയാണോ ഒരു കാര്യത്തിൽ പരിശോധന നടത്തുന്നത്? അപ്പോൾ അതിൽ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. അതിനുശേഷം എന്താണ്? വീണ്ടും പരാതി വന്നപ്പോൾ സുജിത് ദാസിന് പരാതി വരുന്നു. ആർക്ക്? SP-ക്ക് പരാതി വരുന്നു. അപ്പോൾ അതിൽ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ഈ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. അതിനുശേഷം കോൾ ഡീറ്റെയിൽസ് വീണ്ടും എടുക്കുന്നു, ലൊക്കേഷൻ എടുക്കുന്നു, സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നു. FIR എവിടെ? FIR എന്ന കാര്യം കേൾക്കുന്നില്ല. അപ്പോൾ അതിലും വേറെ രൂപത്തിൽ 2 തരത്തിലുള്ള അന്വേഷണം നടന്നു എന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത്. ഈ അന്വേഷണത്തിന് തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതിനു മുമ്പ് ഒരു പരാതിയുമായി സ്ത്രീ വന്നിട്ടുണ്ട്. അത് ഒരു ഓട്ടോറിക്ഷക്കാരൻ പീഡിപ്പിച്ചു എന്ന പരാതിയുമായിട്ടാണ് വന്നതെന്ന് പറയുന്നു. അതിനുശേഷം കുറേ മാധ്യമങ്ങൾ ചോദിച്ച് ഏറ്റവും ഒടുവിൽ പറയുന്നുണ്ട് ഒരു സിവിൽ കേസുമായിട്ടുള്ള പരാതിയുണ്ട്. ആ സിവിൽ കേസാണ് ഇവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേസ്. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ പരാതികൾ പറഞ്ഞ് പുറത്ത് പരിഹരിച്ച് പണം തട്ടുന്ന ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സ്വഭാവ ദൂഷ്യമുള്ളൊരു സ്ത്രീയാണ് എന്ന് പറഞ്ഞ് അത് ഉറപ്പിക്കാനുള്ള ശ്രമമാണ് പോലീസുകാരൻ നടത്തുന്നത്. അത് അങ്ങനെയല്ല ഈ കാര്യത്തിൽ പ്രതികരിക്കേണ്ടത്. ഇതിൽ അന്വേഷണം നടത്തുന്നത്, നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനൊരു ആരോപണം വന്നതിൽ അടിയന്തരമായ അന്വേഷണത്തിലേക്ക് പോകേണ്ടതാണ്. മുഖ്യമന്ത്രിക്ക് പരാതി പോയിരിക്കുന്നു, മുഖ്യമന്ത്രി അത് DGPക്ക് കൈമാറിയിരിക്കുന്നു എന്ന് പറയുന്നു. ഈ നിമിഷം വരെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഈ പരാതിക്കാരുടെ സ്വഭാവം, അവരുടെ ചരിത്രം, മുൻകാലത്ത് എങ്ങനെയാണ് അവർ ജീവിച്ചത്, ഇപ്പോഴെങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് പകരം ഈ കേസിൽ എന്താണ് പോലീസ് ആദ്യം ചെയ്തത് എന്ന കാര്യമാണ് പോലീസ് ആദ്യം വിശദീകരിക്കേണ്ടതെന്ന് തോന്നുന്നു. അല്ലാതെ നമ്മളിപ്പോൾ പരാതിക്കാരി പറയുന്ന മുഴുവൻ ശരിയാണ് എന്നൊരു വ്യാഖ്യാനത്തിലേക്കോ നമ്മളുടേതായ ഒരു നിഗമനത്തിലേക്കോ നമ്മൾ എത്തുന്നില്ല, അല്ലേ? Meet the editors.